വിശ്വനാഥൻ അയാളുടെ കമ്പനിയിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ തീരുമാനിച്ചപ്പോ നീ അത് ഒഴിവാക്കാൻ വേണ്ടി അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. നിന്റെ സ്വന്തം പെങ്ങടെ ഭർത്താവിനെ. സാറേ, ഇത് ആരോ ഉണ്ടാക്കിയ കെട്ടുകഥയാ. അയ്യോ, പറയടാ, ഇതെല്ലാം കെട്ടുകഥയാണോ? പറയാൻ, ഇതെല്ലാം കെട്ടുകഥയാണോന്ന് പറയടാ. എടാ പറയാൻ, നിനക്കൊന്നും അറിയില്ലേ? എടാ പറയടാ. അവന് പറയാൻ ഒരു മടി. എന്നാ പിന്നെ നീ പറയടാ. ഞാൻ പറയാം. എല്ലാം നടന്നു തന്നെയാണ് സാറേ. അന്നത്തെ അപകടത്തിൽ അരയ്ക്ക് താഴേക്ക് തളർന്ന കണ്ണൻ എല്ലാം മനസ്സിലാക്കിയ ശേഷമാ ഒരു കംപ്ലൈന്റ് ഇവിടെ തന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടായി. ഇത് ചാനലുകാർക്കും പത്രക്കാർക്കും ഒക്കെ വലിയ വാർത്തയാ. പക്ഷേ ഇന്ന് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നില്ല. എന്നാൽ നാളെ ഇത് ലോകം മുഴുവൻ അറിയും. നിന്നെ രണ്ടിനെയും കോടതിയിൽ ഹാജരാക്കുമ്പോ ഇന്ന് വേണമെങ്കിൽ രണ്ടിനെയും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാം. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ പോലീസുകാരുടെ വക ഒരു വിരുന്നുണ്ട്. ആ വിരുന്നൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങളെ കോടതിയിൽ ഹാജരാക്കൂ. നീ കൊട്ടേഷൻ കൊടുത്തില്ല അല്ലടാ? ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ അറിയാവുന്ന കയ്യിൽ തഴമ്പുള്ള പോലീസുകാർ വരും നിന്നെയൊക്കെ കാണേണ്ട രീതിയിൽ കാണാൻ. ഇവനൊന്നും പച്ചവെള്ളം കൊടുക്കരുത്. നാളെ കോടതി കൊണ്ടുപോകുമ്പോ ജീവൻ ഉണ്ടാവാൻ വേണ്ടി രാത്രി കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും കൊടുത്താൽ മതി. ശരി സാർ. നീ എന്ത് ചതിയാടാ ചെയ്തേ? നീ എന്തിനാടാ എന്റെ പേര് പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നീ ഡോക്ടർ ചോദിച്ചപ്പോ എന്തിനാടാ പറഞ്ഞേ? ഓ, ഡോക്ടർ എപ്പോ ചോദിച്ചെന്നോ ഞാൻ എന്ത് പറഞ്ഞെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ മയങ്ങിക്കിടന്നപ്പോഴാണ് ഡോക്ടർ ചോദിച്ചതെന്ന് ISI പറഞ്ഞത് കേട്ടില്ലേ? അങ്ങേര് നിന്നെ ഹിപ്നോട്ടിസം ചെയ്തതാ. ഇനി എന്ത് ചെയ്താലും അറിയേണ്ടതെല്ലാം അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. കുറ്റം സമ്മതിച്ചില്ലെങ്കിലേ ഇവിടെ ഇടിയുടെ പൂരമായിരിക്കും. പക്ഷെ നാളെ കോടതിയിലേ അതൊക്കെ ഞാൻ പിന്നീട് പറയാം. എങ്ങോട്ട് തിരിഞ്ഞാലും എവിടുന്നെങ്കിലും ഒക്കെ ഇടികൊള്ളുക. ഇനിയിപ്പൊ കുഴപ്പമില്ലടാ. കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഇടി കൊള്ളാതെ ജയിലിൽ പോയി കിടക്കാം. 10-20 വർഷം മുമ്പ് നടന്ന സംഭവം. അത് തേഞ്ഞു മാഞ്ഞു പോയെന്ന് കരുതിയതാ. അപ്പോഴാ അവന്റെ ഒരു ഭ്രാന്ത് വന്നു. ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി വിശ്വനാഥന്റെ ആത്മാവ് എന്റെ ദേഹത്ത് കയറിയാണെന്ന് അറിയില്ലേ? എന്തായാലും ശരി, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രേതമാകേണ്ടി വരും. എന്റെ കൊച്ച് മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൽ നിന്ന് പിടിച്ച് തള്ളിയിട്ടു. അതിന്റെ പ്രതികാരമോ കണ്ണം ചെയ്തേ? നിന്റെ കൊച്ചിന് ഇത് എന്തിന്റെ കേടാണ്? മര്യാദക്ക് അവിടെ ജീവിച്ചുകൂടായിരുന്നോ? എങ്ങനെ ജീവിക്കുന്ന അവളെ കൊണ്ടൊരുത്തി അടുക്കള പണി ചെയ്യിച്ചോണ്ടിരിക്കല്ലേ, വീട്ടുപണി ചെയ്യിച്ചോണ്ടിരിക്കല്ലേ? അതൊക്കെ സഹിക്കണമായിരുന്നടാ. നിന്നെ നിന്റെ മോള് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഹിക്കണമായിരുന്നു. കേസ് നടക്കുവാണെങ്കിൽ നിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ നിന്റെ മരുമോന്റെ അച്ഛനെയാണ് നീ ഞാനിവിടെ കൊന്നിരിക്കുന്നത്.
അത് ഉണ്ണി അറിഞ്ഞു കഴിഞ്ഞാലേ മിക്കവാറും നിന്റെ മോളെ അവൻ തള്ളിക്കളയും.